എല്ലാവർക്കും നമസ്കാരം. വിസ PSC അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന ദേവസ്വം ബോർഡിലെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നോക്കുന്നത്. ഐതിഹ്യമാലയുടെ രചയിതാവ് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. അനോന്യം എന്ന വേദപാരായണ മത്സരത്തിന് വേദിയാകുന്ന ക്ഷേത്രം കടവല്ലൂർ ക്ഷേത്രം. ഉത്തരം കടവല്ലൂർ ക്ഷേത്രം. കാവു തീണ്ടൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കാവു തീണ്ടൽ എല്ലാവർക്കും അറിയാം അല്ലെ? കൊടുങ്ങല്ലൂർ ഭരണി. കൃഷ്ണനാട്ടം ചിട്ടപ്പെടുത്തിയത് സാമൂതിരി മാനവേദനാണ് കൃഷ്ണനാട്ടം ചിട്ടപ്പെടുത്തിയത്. പാടകത്തിന് അടിസ്ഥാനമായി എന്ന് കരുതുന്ന കലാരൂപം ഏതാണ്? കഥകളി. പാടകത്തിന് അടിസ്ഥാനമായ കലാരൂപം കഥകളിയാണ്. 12 വർഷത്തിലൊരിക്കൽ തിരുനാവായിൽ വെച്ച് നടന്നിരുന്ന ഉത്സവം ഏതാണ്? മാമാങ്കം. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മുഖമാസിക അറിയപ്പെടുന്നത് ക്ഷേത്ര ദർശനം. കേരളത്തിലെ വാമനക്ഷേത്രം ഏതാണ്? തൃക്കാക്കരയാണ് കേരളത്തിലെ വാമനക്ഷേത്രം. ദക്ഷിണദ്വാരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂരാണ് ദക്ഷിണദ്വാരക എന്നറിയപ്പെടുന്നത്. ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എവിടെയാണ്? ഇരിങ്ങാലക്കുട. കോഴിക്കോട് തളിക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന പണ്ഡിത സദസ് അറിയപ്പെടുന്നത് രേവതി പട്ടത്താനം. പണ്ഡിത സദസ് എവിടെയാണ്? കോഴിക്കോട് തളിക്ഷേത്രത്തിലെ രേവതി പട്ടത്താനം. മലബാർ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനം കോഴിക്കോട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് നിലവിൽ PS പ്രശാന്ത് ആണോ? ഓപ്ഷനിൽ ഇല്ലാത്തത് കാരണം ആ ചോദ്യം ക്യാൻസലായി പോകാൻ സാധ്യതയുണ്ട്. കഥകളിയുടെ ഉപജ്ഞാതാവായി കരുതുന്നത് ആരാണ്? കഥകളി കൊട്ടാരക്കര തമ്പുരാനാണ്. രാമനാട്ടം ഒക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞിരുന്നു? കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1949. 1949 തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാനം രൂപം കൊണ്ടത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്ര കലാരൂപം ഏതാണ്? കൂടിയാട്ടമാണ്. കേരളത്തിൽ കർഷക ദിനമായി ആഘോഷിക്കുന്നത് ചിങ്ങം 1 കർഷക ദിനം. അതെല്ലാവർക്കും അറിയാലോ. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ശക്തൻ തമ്പുരാനാണ് തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത്. ജ്ഞാനപ്പാനയുടെ കർത്താവ് ആരാണ്? ജ്ഞാനപ്പാനയുടെ കർത്താവ് പൂന്താനം. ദശപുഷ്പങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ചെമ്പരത്തിയാണ് ദശപുഷ്പങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത്. കൂടുതൽ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.